കളമശ്ശേരി പോളിടെക്നിക് കഞ്ചാവ് കേസിലെ മുഖ്യപ്രതി ഒഡീഷ സ്വദേശി അജയ് പ്രധാനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. കഴിഞ്ഞ ദിവസമായിരുന്നു ഒഡീഷയിലെ ദരിംഗ്ബാദിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഹോസ്റ്റലിലേക്ക് എത്തിക്കാൻ ഇതര സംസ്ഥാനക്കാരുടെ സംഘത്തിന് കഞ്ചാവ് കൈമാറിയിരുന്നത് ഇയാളാണ്. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, ഒരുപാട് അന്വേഷണങ്ങൾക്കൊടുവിലാണ് പ്രതിയെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക, മറ്റ് സംഘങ്ങളുമായുള്ള ബന്ധം എങ്ങനെയാണ് എത്തിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തുകയായിരിക്കും പോലീസ് ലക്ഷ്യം. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ കേസിൽ ഇന്നലെയാണ് മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഒഡീഷ കാണ്ടമാൽ സ്വദേശിയായ അജയ് പ്രധാനെയായിരുന്നു കളമശ്ശേരി പോലീസ് പിടികൂടിയത്. പ്രാദേശിക പോലീസിനും അല്ലെങ്കിൽ അവിടുത്തെ സേനയ്ക്ക് പോലും കടന്നു ചെല്ലാൻ വലിയ പ്രയാസമുള്ള മാവോയിസ്റ്റ് കേന്ദ്രമായ ദരിംഗബാദി എന്ന സ്ഥലത്ത് നിന്നാണ് പ്രാദേശിക പോലീസിന്റെ സഹായത്തോടെ അതിസാഹസികമായി കളമശ്ശേരി പോലീസ് ഈ പ്രതിയെ പിടികൂടിയത്. പ്രദേശത്ത് കഞ്ചാവ് കൃഷി നടത്തുന്നയാളും ലഹരി മാഫിയയിലെ കണ്ണിയുമാണ് ഇയാളെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കേരളത്തിലേക്ക് കഞ്ചാവ് മൊത്തമായും ചില്ലറയായും എത്തിച്ചു നൽകുന്നവരിൽ പ്രധാനിയാണ് അജയ്. ഇയാളെ ഇന്നലെ രാത്രി തന്നെ ഇവിടെ എത്തിച്ച് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ഇയാളെ കസ്റ്റഡിയിലെടുക്കാനാണ് പോലീസിന്റെ നീക്കം. കസ്റ്റഡിയിലെടുത്ത് വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി വലിയ തോതിൽ ലഹരി വസ്തുക്കൾ കോളേജ് ഹോസ്റ്റലിലേക്ക് എത്തിക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു കഴിഞ്ഞ മാർച്ച് 14 പോലീസ് സംഘം ഹോസ്റ്റലിൽ പരിശോധന നടത്തുകയും 2 കിലോ കഞ്ചാവുമായി കോളേജ് വിദ്യാർത്ഥികളായ 3 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയ 2 പൂർവ്വ വിദ്യാർത്ഥികളും 2 ഇതര സംസ്ഥാന തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവരെ പിടികൂടുകയും ചെയ്തിരുന്നു. കഞ്ചാവിനായി പണപ്പിരിവ് നടത്തിയ വിദ്യാർത്ഥിയെയും കഞ്ചാവ് എത്തിച്ച മറുനാട്ടുകാരെയും എല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് ഈ സംഭവത്തിന് തുടർന്നുള്ള ദിവസങ്ങളിൽ പോലീസ് പിടികൂടിയിരുന്നു. അതിനുശേഷമാണ് ഇവരിൽ നിന്ന് വിവരമനുസരിച്ച് ഒഡീഷ സ്വദേശിയായ മുഖ്യപ്രതിക്കായി പോലീസ് അന്വേഷണം നടത്തുകയും ഇയാളെ അവിടെ ചെന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇനി കസ്റ്റഡി അപേക്ഷ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് നൽകും. അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യൽ തന്നെ ഈ കേസിൽ ഉണ്ടാകും. ശരി, നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്.